നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യ ശരീരമാണ്. റഷ്യയുടെ ബഹിരാകാശ യാത്രികനായിരുന്ന വ്ളാഡിമിർ കൊമറോവിന്റെ ശരീരം. ഇദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലെത്തിയത്? ഇദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന യൂറി ഗഗാറിന്റെ മരണവും ഇദ്ദേഹത്തിന്റെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ തുടക്കം 1967-ലാണ്. റഷ്യയും അമേരിക്കയും തമ്മിൽ സ്പേസ് മിഷൻസിന്റെ കാര്യത്തിൽ ഒരു പ്രകടമായിട്ടുള്ള മത്സരം നടക്കുന്ന കാലഘട്ടം. ആ ഒരു സമയത്താണ് റഷ്യ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ 50ാമത്തെ വാർഷികം ആഘോഷിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർഷികത്തിന് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു പ്ലാൻ അവരുടെ നേതാവായ ലിയോണൈഡ് ബ്രസ്നേവിനുണ്ടായി. അങ്ങനെ ഇവരൊക്കെ കൂടിയിട്ട് ഒരു സ്പേസ് മിഷൻ നടത്തിയിട്ട് ലോകത്തിനെ മുഴുവൻ ഞെട്ടിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. ആ ഒരു മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേടകത്തിൽ ഒരു ബഹിരാകാശ യാത്രികൻ ഭൂമിയിൽ നിന്നും പുറപ്പെടുന്നു. അതിനുശേഷം ആ ഒരു പേടകം ഭൂമിയെ വലം വെക്കുന്നു. ആ ഒരു വലം വെക്കൽ കഴിഞ്ഞതിന് ശേഷം ഭൂമിയിൽ നിന്നും മറ്റൊരു പേടകം തൊട്ടടുത്ത ദിവസം തന്നെ പുറപ്പെടുകയും ഈ ആദ്യത്തെ പേടകത്തിൽ ഉണ്ടായിരിക്കുന്ന ആളിനെ കൂട്ടിയിട്ട് തിരികെ ഭൂമിയിലേക്ക് വരികയും ചെയ്യും. ഈ ഒരു മിഷൻ ചെയ്യാനായിട്ട് അവർ കണ്ടുവച്ചത് 2 ബഹിരാകാശ യാത്രികരെയാണ്. അതിൽ ആദ്യത്തെ യാത്രികൻ വ്ളാഡിമിർ കൊമറോവ് ആയിരുന്നു. രണ്ടാമത്തെ യാത്രികൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഉറ്റ സുഹൃത്തായിട്ടുള്ള യൂറി ഗഗാറിൻ. സൂയസ് 1 എന്നു പേരുള്ള ഈ ഒരു പേടകത്തിലായിരുന്നു അവർ യാത്ര തിരിക്കാനായിട്ട് തീരുമാനിച്ചത്. അതിൽ വ്ളാഡിമിർ കൊമറോവിനെ പ്രധാന പൈലറ്റായിട്ടും അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം വന്നിട്ട് പിന്മാറുകയാണെങ്കിൽ അദ്ദേഹത്തിന് പകരമായിട്ട് യൂറി ഗഗാറിനെയും നിശ്ചയിച്ചു. എന്നാൽ വ്ളാഡിമിർ കൊമറോവ് തന്നെ സ്വയം ഈ ഒരു ദൗത്യം ചെയ്യാമെന്നേറ്റ് മുന്നോട്ട് വരികയും അദ്ദേഹം അതിന്റെ തയ്യാറെടുപ്പുകൾക്കായിട്ട് പരിശീലനത്തിന് പോവുകയും ചെയ്തു. എന്നാൽ ആ ഒരു സമയത്താണ് യൂറി ഗഗാറിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സീനിയർ എഞ്ചിനീയേഴ്സും കൂടി ഈ ഒരു പേടകം പരിശോധിച്ചത്. ആ ഒരു പരിശോധനയിൽ നിന്നും ആ ഒരു പേടകത്തിന് 203 ടെക്നിക്കൽ തകരാറുകൾ ഉണ്ടെന്ന് അവരുടെ ടീം കണ്ടെത്തി. ഒരു ബഹിരാകാശ പേടകത്തിന് ചെറിയൊരു തകരാറുണ്ടെങ്കിൽ പോലും അതിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ആൾക്കാരുടെയും ജീവൻ അപകടത്തിലാണ്. എന്നാൽ അത് തിരിച്ചറിഞ്ഞിട്ട് പോലും 203 തകരാറുകളുള്ള ഈ ഒരു പേടകം അവർ സ്പേസിലേക്ക് അയക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ യൂറി ഗഗാറിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഈ ഒരു പേടകം ചെക്ക് ചെയ്ത സീനിയർ എഞ്ചിനീയേഴ്സും ചേർന്നിട്ട് ഈ ഒരു വിവരം എങ്ങനെയെങ്കിലും വ്ളാഡിമിർ കൊമറോവിനെ അറിയിക്കാനായിട്ട് തീരുമാനിച്ചു. അതിനായിട്ട് യൂറി ഗഗാറിൻ തന്നെ തന്റെ സ്വന്തം കൈപ്പടയിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഒരു 10 പേജ് വരുന്ന കുറിപ്പ് എഴുതിയിട്ട് റഷ്യയുടെ രഹസ്യാന്വേഷണ സംഘടനയായ KGB-യിലുള്ള തന്റെ ഉറ്റ സുഹൃത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. വെന്യാമിൻ റൂസിയേവ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനോട് ഈ ഒരു കുറിപ്പ് എങ്ങനെയെങ്കിലും വ്ളാഡിമിർ കൊമറോവിന്റെ കയ്യിൽ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടാണ് യൂറി ഗഗാറിൻ ഏൽപ്പിച്ചത്. എന്നാൽ ആ ഒരു കുറിപ്പ് ഒരിക്കലും വ്ളാഡിമിർ കൊമറോവിന്റെ കൈകളിൽ എത്തിയില്ല. മാത്രമല്ല, വെന്യാമിൻ റൂസിയേവ് ഉൾപ്പെടെ ഈ ഒരു കുറിപ്പിനെ കുറിച്ച് അറിവുള്ള എല്ലാ ആൾക്കാരെയും അന്നത്തെ ഒരു ഗവൺമെന്റ് ജോലികളിൽ നിന്ന് പിരിച്ചുവിട്ടു. മാത്രമല്ല, അവരിൽ പലരെയും തടങ്കലിലുമാക്കി. എന്നാൽ ഈ ഒരു പേടകത്തിന്റെ ലോഞ്ചിന് കൃത്യം 1 മാസം മുൻപ് തന്റെ KGB-യിലുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ട് വെന്യാമിൻ റൂസിയേവ് വ്ളാഡിമിർ കൊമറോവിനെ നേരിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിനോട് യൂറി ഗഗാറിനും സീനിയർ എഞ്ചിനീയേഴ്സും കണ്ടെത്തിയ ഈ ഒരു പേടകത്തിന്റെ തകരാറുകളെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു. എന്നാലും വ്ളാഡിമിർ കൊമറോവ് ആ ഒരു മിഷൻ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അതിനെക്കുറിച്ചിട്ട് വെന്യാമിൻ റൂസിയേവ് ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ഒരു മിഷൻ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് അവർ യൂറയെ ഈ ഒരു മിഷനിൽ കയറ്റിവിടും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതവന്റെ ജീവനാപത്താണ്. ഈ ഒരു പേടകത്തിൽ ഞാൻ ബഹിരാകാശത്തേക്ക് പോയി കഴിഞ്ഞാലും ഞാൻ ഒരിക്കലും ജീവനോടെ തിരിച്ചു വരില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. പക്ഷേ എനിക്ക് എന്റെ ജീവനേക്കാൾ പ്രധാനം യൂറയുടെ ജീവനാണ്. ഇതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വ്ളാഡിമിർ കൊമറോവ് അവിടെ നിന്നും പോയി. എന്നാൽ ഏത് നിമിഷവും വ്ളാഡിമിർ കൊമറോവ് ഈ ഒരു മിഷൻ വേണ്ടെന്ന് വെക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് യൂറി ഗഗാറിൻ അദ്ദേഹത്തിന് പകരമായിട്ട് പോകാനായിട്ട് തന്റെ സ്പേസ് സ്യൂട്ട് അണിഞ്ഞ് ട്രെയിനിങ്ങുകളും പൂർത്തിയാക്കി കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും തന്റെ സുഹൃത്തിനെ തിരിച്ചുവരവിനായി കാത്തിരുന്ന യൂറി ഗഗാറിന്റെ കൺമുന്നിലൂടെ ആ ഒരു പേടകം ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ബഹിരാകാശത്തെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു പേടകത്തിന്റെ തകരാറുകൾ ഒന്നൊന്നായി പുറത്തു വന്നു. ആ ഒരു പേടകത്തിൽ സ്ഥാപിച്ചിരുന്ന ആന്റിനകൾ പലതും നിവരുന്നില്ലായിരുന്നു. പലതവണ പവർ ഫെയിലിയറും അതുപോലെ തന്നെ നാവിഗേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും നേരിട്ടു. ഓരോ നിമിഷം വൈകുന്തോറും വ്ളാഡിമിർ കൊമറോവ് ജീവനോടെ തിരിച്ച് ഭൂമിയിലെത്താനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് വ്ളാഡിമിർ കൊമറോവും റഷ്യയുടെ സ്പേസ് ഏജൻസിയും തമ്മിലുള്ള സംഭാഷണങ്ങളെല്ലാം ഇസ്താൻബുളിലുള്ള ഒരു എയർഫോഴ്സ് ബേസിന്റെ അടുത്തുള്ള ഒരു രഹസ്യ സംഘത്തിൽ ഇരുന്നിട്ട് അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംഘടനകൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സംഘത്തിലുണ്ടായിരുന്ന പെറി ഫെൽവോക്ക് എന്ന ഉദ്യോഗസ്ഥനാണ് വ്ളാഡിമിർ കൊമറോവിന്റെ അവസാന നിമിഷത്തെ സംഭാഷണങ്ങൾ മുഴുവനായിട്ടും കേട്ടതും അത് റെക്കോർഡ് ചെയ്തിട്ട് പുറത്തുവിട്ടതും. ആ ഒരു സമയത്ത് വ്ളാഡിമിർ കൊമറോവിനോട് ഫോണിൽ സംസാരിച്ചത് 2 പേരായിരുന്നു. ആ ഒരു റഷ്യൻ സ്പേസ് ഏജൻസിയിലുള്ള ഉദ്യോഗസ്ഥനായിട്ടുള്ള അലക്സി കോസിജിനും അതിനോടൊപ്പം വ്ളാഡിമിർ കൊമറോവിന്റെ ഭാര്യയും. അലക്സി വ്ളാഡിമിർ കൊമറോവിനോട് നിങ്ങൾ രാജ്യത്തിന്റെ ഹീറോ എന്ന് പറഞ്ഞിട്ട് കരയുന്നതും അതുപോലെ തന്നെ തന്റെ മക്കളോട് എന്തെങ്കിലും പറയണമോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കരയുന്നതുമെല്ലാം പെറി ഫെൽവോക്കാണ് റെക്കോർഡ് ചെയ്തിട്ട് പുറം ലോകത്തിനെ അറിയിച്ചത്. പിന്നീട് മണിക്കൂറുകൾക്കകം തന്നെ വ്ളാഡിമിർ കൊമറോവ് സഞ്ചരിച്ചിരുന്ന ഒരു പേടകം നിയന്ത്രണം വിട്ട് ഭൂമിയിലേക്ക് വീണു തുടങ്ങി. അതിന്റെ പാരഷൂട്ടുകളൊന്നും തന്നെ വിടർന്നില്ല. ഓരോ നിമിഷവും ഭൂമിയിലേക്ക് വീഴുന്നതിന്റെ വേഗത കൂടിക്കൂടി വന്നു. വ്ളാഡിമിർ കൊമറോവ് ആ ഒരു സമയത്ത് ആ ഒരു പേടകത്തിനുള്ളിൽ നിന്ന് കരയുന്ന ആ ഒരു സൗണ്ട് റെക്കോർഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പേടകത്തിനുള്ളിൽ വല്ലാതെ ചൂട് കൂടുന്നു, നിങ്ങളാണ് എന്നെ കൊന്നത്, ഞാൻ മരിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നൊക്കെയായിരുന്നു വ്ളാഡിമിർ കൊമറോവിന്റെ അവസാനത്തെ സന്ദേശങ്ങൾ. അങ്ങനെ ഒരു പേടകം ഭൂമിയിൽ വന്നു വീണു. അതിനുള്ളിൽ നിന്നും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവശിഷ്ടമായിട്ട് കിട്ടിയത് ഇത്രയും ഭാഗം മാത്രമാണ്. ഈ ഒരു ശരീരഭാഗം വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഫാമിലി നിർവഹിച്ചത്. എന്നാൽ യൂറി ഗഗാറിൻ വെറുതെ അടങ്ങിയിരിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഇതിനെ പറ്റിയിട്ട് വെന്യാമിൻ റൂസിയേവിനോട് ചർച്ച ചെയ്തു. ഈ ഒരു സംഭവം അധികാരികളുടെ അറിവോടുകൂടിയാണ് സംഭവിച്ചതെന്നും അവരെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നായിരുന്നു യൂറി ഗഗാറിൻ അവസാനമായിട്ട് വെന്യാമിൻ റൂസിയേവിനോട് പറഞ്ഞത്.
അന്ന് ബെന്യാമിൻ യൂറി ഗഗാറിനെ വാൺ ചെയ്യുകയും ചെയ്തു, നീ എന്ത് ചെയ്തെങ്കിലും അതിനു മുമ്പ് എന്നോട് പറയണം, ഇല്ലെങ്കിൽ നിന്റെ ജീവൻ തന്നെ അപകടത്തിലാവുമെന്ന്. എന്നാൽ തൊട്ടടുത്ത വർഷം 1968 വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വിമാനാപകടത്തിൽ യൂറി ഗഗാറിനും കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന് എന്തായിരിക്കും സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ട എല്ലാ ആൾക്കാർക്കും മനസ്സിലായി കാണും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ പങ്കുവയ്ക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.